ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും സന്തോഷത്തിലല്ലേ? എന്താണ് സന്തോഷത്തിന് കാരണമെന്ന് ടീച്ചർ പറയട്ടെ? എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. എന്താണ് സന്തോഷത്തിൻ്റെ കാരണം? ഓണക്കാലമാണല്ലേ. അപ്പോൾ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷമുള്ള സമയമാണ്. അത്തമൊക്കെ തുടങ്ങി ഇല്ലേ? അപ്പം അത്തം പത്തോണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത്തപ്പൂ ഇടാൻ തുടങ്ങും. 10 ദിവസവും വീടിൻ്റെ മുറ്റത്ത് നല്ല കളമൊക്കെ വരച്ച് കിട്ടാവുന്ന പൂക്കളൊക്കെ ശേഖരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത്തപ്പൂവ് ഇടും. അപ്പം എല്ലാവരും അത്തപ്പൂവൊക്കെ ഇട്ടോ? വെരി ഗുഡ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പോയി പൂക്കളൊന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇടാനൊന്നും കഴിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പരിസരത്തുള്ള പൂക്കളൊക്കെ ശേഖരിച്ച്, ഇലകളും പൂക്കളും ഒക്കെ ശേഖരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും അത്തപ്പൂവൊക്കെ ഇടണേ. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ദേശീയോത്സവം, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ പഴയ കാലം മുതലേ കേരളത്തിലെ വിളവെടുപ്പ് മഹോത്സവമായിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത്? ഓണം ആഘോഷിച്ചിരുന്നത്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ പഴയ കാലത്തൊക്കെ വിളകൾ, അതായത് നെല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് നെല്ല് വിളവെടുത്ത് നെല്ല് എടുക്കുന്ന ആ ഒരു സമൃദ്ധിയുടെ ആഘോഷമായിട്ടായിരുന്നു അന്ന് ഓണം ആഘോഷിച്ചിരുന്നത്. ആ ഒരു സങ്കല്പമാണ് നമുക്കിന്നും ഉള്ളത്. ഇന്ന് നമുക്കറിയാം, വയലുകളൊക്കെ വെട്ടി നിരത്തി വീടുകളും വലിയ ഫാക്ടറികളും അല്ലേ, സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചത് കാരണം നമുക്ക് വയലുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് അല്ലേ? പഴയ കാലത്തെന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ അവർക്ക് കൃഷിസ്ഥലം, അതായത് വയലൊക്കെ ഉണ്ടാവും. അവിടെ നെൽകൃഷി ധാരാളമായിട്ടുണ്ടാവും. ഈ നെല്ലൊക്കെ നട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അത് പാകമാവുമ്പോൾ അത് കൊയ്തെടുത്തുകൊണ്ട് വന്ന് അത് മെതിച്ച്, അന്ന് കൊയ്യാനൊക്കെ ഒത്തിരി ആളുകളെ കിട്ടും. മെതിച്ച് അത് വെയിലത്തിട്ട് ഉണങ്ങി, അല്ലെങ്കിൽ അത് എന്നിട്ട് വലിയ ചെമ്പിനകത്തൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പുഴുങ്ങി, പിന്നീട് അത് പരമ്പെന്ന് പറയുന്നൊരു സംഭവമുണ്ട്, പായ പോലെ മുറ്റത്തിങ്ങനെ വിരിച്ചിടുന്ന. അപ്പോൾ അതിലിങ്ങനെ നിരത്തിയിട്ട് എല്ലാം ഉണങ്ങി, പിന്നെ നമ്മൾ അന്ന് പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ എന്ത് ചെയ്യും? ഉരലും ഉലക്കയും വെച്ചിട്ട് ഈ നെല്ല് കുത്തി അരിയെടുത്ത് ചോറ് വെച്ചാണ് ഉണ്ണുന്നത്. ആ ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം ഇന്നത്തെ പോലെ വിഷമയമായിട്ടുള്ള അരിയൊന്നും അല്ല അന്ന് നമുക്ക് കിട്ടുന്നത്. നല്ല പ്യുവറായിട്ടുള്ള, നല്ല പിന്നെ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങുക അല്ലേ? കൂടുതലും കെമിക്കലൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, കാരണം ചീത്തയാവാതിരിക്കാനൊക്കെ കെമിക്കലൊക്കെ യൂസ് ചെയ്ത പല ഫുഡ് ഐറ്റംസാണ് നമുക്കിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സമൃദ്ധിയുടെ ഈ സമയത്ത് എല്ലാവരും സന്തോഷിച്ചിരിക്കുക അല്ലേ? അപ്പം നമുക്കിനി ഓണക്കാലം വരാൻ പോകുന്നു. ഇപ്പോൾ ഓണത്തിന് അവധിയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് കൊടുക്കേണ്ടത്? പഠനത്തിനാണ് അല്ലേ? അപ്പം നമുക്ക് പഠനത്തിനുള്ള സമയം നമ്മൾ അതിനു വേണ്ടി മാത്രം മാറ്റിവെക്കണം. അതിനുശേഷമായിരിക്കണം നമ്മുടെ മറ്റ് ആഘോഷ പരിപാടികൾ ഒക്കെ നടത്തേണ്ടത്. പിന്നെ ടീച്ചർ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഓണാവധി ഉണ്ട്. ഓണാവധി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓണം എക്സാം ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും എല്ലാ വിഷയത്തിൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പിന്നെ മടി കൂടാതെ എല്ലാം പഠിച്ചു വെക്കണം. ഓണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം ഉണ്ട്. എക്സാമിനെല്ലാം ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് എല്ലാവരും എല്ലാ വിഷയങ്ങളും പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ടീച്ചർ പഠിപ്പിച്ചതെല്ലാം എല്ലാവരും പഠിച്ചോ? നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? പഠിച്ചോന്ന് വിശ്വസിക്കുന്നു ടീച്ചർ കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം എല്ലാവരും. ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നും ടീച്ചർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിന്നിനിയും പഠിക്കണ്ടേ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു ഓണക്കാലം, നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. आओ बच्चों, हमें अगला पाठ की ओर जाता है. ये देखिए,
पाठ का शीर्षक क्या है? भारत है मेरा घर। हमारा देश कौन सा है? हाँ बोलिए, हमारा देश भारत है। भारत वाले होने से हमें गर्व है അല്ലേ? ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. നമ്മളെപ്പോഴും അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. കാരണം ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം അത്രയ്ക്ക് സാംസ്കാരിക ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം അല്ലേ? പലതരത്തിലെന്ന് വെച്ചാൽ നമുക്കറിയാം ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? അതിൽ കേരളം എന്ന സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും അതായത് ഭാരതീയന്മാരെല്ലാം ഒന്നാണ് അല്ലേ? പഞ്ചാബിൽ താമസിക്കുന്നവരും ടീച്ചർ നേരത്തെയും പറഞ്ഞിട്ടുണ്ടത് അല്ലേ? പഞ്ചാബിൽ, തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ രാജസ്ഥാനിൽ, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ആണെങ്കിലും നമ്മൾ എന്തെന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യക്കാർ എന്ന പേരിലാണ്, അല്ലെങ്കിൽ ഭാരതീയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ പാഠഭാഗം നമുക്കൊരു ഏകത്വത്തിൻ്റെ ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. പല ഭാഷ സംസാരിക്കുന്നവർ, പല സംസ്കാരം ആചരിക്കുന്നവർ, പല ആചാര അനുഷ്ഠാനങ്ങളുള്ളവർ, ഇതിലൊക്കെ ഉപരി നമ്മൾ എന്താണ്? ഒറ്റ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു വലിയ തത്വം നമുക്ക് ഉണ്ട്. നോക്കിക്കേ, ഹം കഹാം രഹത്തെ ഹെ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഹം ഭാരത് മേം രഹത്തെ ഹെ, केरल के ऊपर और केरल के ऊपरी हम भारत में रहते हैं. हमारा देश हमारा घर है. क्यों? നമ്മുടെ ദേശം, നമ്മുടെ നാട് ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതം നമ്മുടെ വീടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വീടാണെന്ന് പറയുന്നത്? എവിടെ പോയാലും, അതായത് ഭാരതത്തിലെ ഏത് സംസ്ഥാനങ്ങളിൽ പോയാലും എന്താണ് നമ്മൾ അറിയപ്പെടുന്നത്? ആരെന്നാണ് അറിയപ്പെടുന്നത്? ഭാരതീയനാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിനെ നമ്മുടെ വീട് എന്ന് വിളിക്കുന്നത്. देखिए, यहाँ एक छोटी लड़की रानी नाम का एक लड़की के माध्यम से कवि कौन है? भारत है मेरा घर का कवि है निरंगार देव सेवक नामक कवि ने रानी नामक एक बिटिया और एक बेटी के माध्यम से ये कविता हमारे आगे प्रस्तुत किया है. അതായത് നിരങ്കർ ദേവ് സേവക് എന്ന കവി എന്താണ്? റാണി എന്നു പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ മാധ്യമത്തിലൂടെ ഏകത്വം എന്ന ഭാവം നമ്മളിലേക്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആ ഭാവം നമ്മളിലേക്ക് പ്രസ്തുതീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ടീച്ചർ മൊത്തത്തിൽ ഈ കവിതയൊന്ന് വായിക്കാം. देखिए, रानी बिटिया चली घूमने दिल्ली से आगे, बट चलते 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 पहुंच गई चंडीगढ़. चंडीगढ़ से जयपुर पहुंची, जयपुर से रामेश्वर, रामेश्वरम से चलती चलती लौट चली आई घर. माँ ने पूछा, रानी बिटिया कहाँ गई थी बाहर? बिटिया बोली, कहीं नहीं माँ, मैं थी घर के अंदर. घर के अंदर रानी बिटिया, ऐसा झूठ सरासर, झूठ नहीं माँ, सच कहती हूँ, भारत है मेरा घर. क्या कुछ समझ गया इसमें? रानी बिटिया चली घूमने दिल्ली से आगे, बट रानी नामक एक बेटी ने, बिटिया मगल, बेटी ने घूमने के लिए चली गई. घूमना ചുറ്റിക്കറങ്ങുക, എല്ലായിടും ഒന്ന് കറങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടു. वो कहाँ से घूमने चली गई? दिल्ली से घूमने के लिए चली गई. ഡൽഹിയിൽ നിന്ന് അവളുടെ യാത്ര ആരംഭിച്ചു. ആകെ ബട്ട്, മുന്നോട്ട് പോയി ചലത്തെ 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 ചലത്തെ, നടന്ന് പഹൂഞ്ച് ഗയി ചണ്ഡീഗഡ്. वो दिल्ली से चलते चलते कहाँ पहुँच गई? चंडीगढ़ पहुँच गई. रानी बिटिया कहाँ से घूमने के लिए चली गई?
दिल्ली से चली गई. दिल्ली से चलते चलते आगे बढ़कर वह कहाँ पहुँच गई? ചണ്ഡീഗഡ് പഹൂഞ്ച് ഗയി. പഹൂഞ്ച് ജാന എത്തിച്ചേരുക. അവൾ എവിടെയാണ് എത്തിച്ചേർന്നത്? ചണ്ഡീഗഡിൽ എത്തിച്ചേർന്നു. അങ്ങനെ റാണി പിടിയ ദില്ലിയിൽ നിന്ന് യാത്ര തിരിച്ച് നടന്ന് 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 അവൾ എവിടെ എത്തി? ചണ്ഡീഗഡിൽ എത്തി. അത്രയും മനസ്സിലായല്ലോ. റാണി പിടിയ ചലി ഘൂമിനെ ദില്ലി സെ ആകെ ബട്ട് ചലത്തെ 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 പഹൂഞ്ച് ഗയി ചണ്ഡീഗഡ്. चंडीगढ़ से जयपुर पहुंची. वह दिल्ली से चंडीगढ़ पहुंच गई. देन चंडीगढ़ से वो कहाँ पहुंच गई? जयपुर पहुंच गई. राजस्थान की जयपुर में पहुंच गई. और जयपुर से रामेश्वर. ജയ്പൂരിൽ നിന്ന് നടന്ന് നടന്ന് അവൾ എവിടെ എത്തി? രാമേശ്വരത്ത് എത്തി. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ നാടുകളൊക്കെ ഇന്ത്യയിലുള്ള അല്ലെ ഭാരതത്തിലുള്ള സംസ്ഥാനങ്ങളാണ് അല്ലേ. അപ്പോൾ റാണി പിടിയാനെ दिल्ली से आगे बढ़कर और चलते चलते चंडीगढ़ पहुंची. चंडीगढ़ से जयपुर पहुंची और जयपुर से रामेश्वर पहुंच गई. और वह രാമേശ്വരം സേ ചൽത്തി ചൽത്തി. രാമേശ്വരത്തു നിന്ന് വീണ്ടും നടന്ന് നടന്ന് ലൗട്ട് ചലി ആയി ഘർ. അവൾ എവിടെ എത്തി? തിരികെ വീട്ടിലെത്തി. ആദ്യം ഡൽഹിയാണ് അവളുടെ വീട് അല്ലേ. ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ പെക്യൂരിയാരിറ്റി ഓഫ് ഡൽഹി? ഇന്ത്യയും ഡൽഹിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ലേ. ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി അല്ലേ. അപ്പോൾ ദില്ലി भारत की राजधानी है. भारत की राजधानी दिल्ली से रानी नामक बिटिया ने घूमने के लिए चली गई. और वह दिल्ली से चंडीगढ़ पहुंची. चंडीगढ़ से जयपुर पहुंची. और जयपुर से रामेश्वरम पहुंची. അവസാനം അവൾ എന്ത് ചെയ്തു? അന്തുമേ രാമേശ്വർ സെ ചൽത്തി ചൽത്തി അപ്പനെ ഘർ ലൗട്ട് ചലി ഓർ ലൗട്ട് ആയി. അവൾ തിരികെ അവളുടെ വീട്ടിലേക്ക് എത്തി. മാനെ പൂച്ച. അമ്മ ചോദിച്ചു, റാണി പിടിയ കഹാം ഗയി തീ ബാഹർ. റാണി പിടിയ നീ എവിടെ പോയിരുന്നു? ഇത്രയും ദിവസം നിന്നെ കണ്ടില്ലല്ലോ, നീ പുറത്ത് എവിടെയായിരുന്നു? ബിഡിയാ ബോലി. അപ്പം മകൾ പറഞ്ഞു, കഹീ നഹീമ, എങ്ങും പോയില്ലമ്മേ. മേംധി ഘർക്കെ അന്തർ. ഞാൻ എവിടെ ഉണ്ടായിരുന്നു? വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയും പോയില്ല. അപ്പോൾ നോക്കിക്കേ, മാനെ പൂച്ച റാണി പിടിയ കഹാം ഗയി ഥി ബാഹർ. അമ്മ ചോദിച്ചു, നീ പുറത്ത് എവിടെയാ പോയിരുന്നത്? ബിഡിയ ബോലി. തബ് പിടിയ ബോൽത്തി ഹേ കഹീൻ നഹീ മാം. ഞാൻ എങ്ങും പോയില്ലമ്മേ. മേംധി ഘർക്കെ അന്തർ. ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഘർക്കെ അന്തർ, വീടിനുള്ളിലോ? റാണി പിടിയ ഐസ ചൂട്ട് സരാസർ. അരേ റാണി പിടിയ, തൂ ക്യോം ഐസേ ചൂട്ട് ബോൾത്തേ ഹേ. നീ എന്താ ഇങ്ങനെയുള്ള ചൂട്ട് മീൻസ് കള്ളം. നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? നീ ഈ വീടിനുള്ളിൽ ഇല്ലായിരുന്നുവല്ലോ. പിന്നെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഘർക്കെ അന്തർ, വീടിനകത്തോ? റാണി പിടിയ ഐസ ചൂട്ട് സരാസർ. ഇങ്ങനെ കള്ളം പറയരുത്. നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ചൂട്ട് നഹി മാം. ജൂട്ട് മീൻസ് കള്ളം. കള്ളമല്ല അമ്മ ഞാൻ പറഞ്ഞത്. പിന്നെയോ സച്ച് കഹത്തി ഹും. സത്യമാ, ട്രൂത്താ ഞാൻ പറഞ്ഞത് അല്ലേ. കള്ളമല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ അപ്പം ചൂട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സച്ച്. ചൂട്ട് കള്ളം, സച്ച് സത്യം, ലൈ ട്രൂത്ത്. ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് കൂടെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു അല്ലേ. അന്തർ അതിൻ്റെ ഓപ്പോസിറ്റ് ബാഹറാണ്. അന്തർ മീൻസ് അകത്ത്, ഇൻ. ബാഹർ ഔട്ട്. അന്തർ, ബാഹർ, ജൂട്ട്, സച്ച്. ഭാരത് ഹേ മേരാ ഘർ. എന്താണ് എൻ്റെ വീട്? എൻ്റെ വീട് ഭാരതമാണ്. ഭാരതം എൻ്റെ വീടാണ്. അതിൻ്റെ മറ്റു മുറികളായിട്ടാണ് ഞാൻ മറ്റു സംസ്ഥാനങ്ങളെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഘർക്കെ അന്തർ, വീടിനുള്ളിലോ? നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ചൂട്ട് നഹി മാം. കള്ളമല്ല അമ്മേ. സച്ച് കഹത്തി ഹും. സത്യമാണ് ഞാൻ പറയുന്നത്. ഭാരത് ഹേ മേരാ ഘർ. അപ്പം റാണി ബിഡിയാനെ ഐസ ക്യോം കഹാ വ ഘർക്കെ അന്തർ ധാ. എന്തുകൊണ്ടാണ് അവൾ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞത്? ഇസ്ലിയെ ഉസ്കെ ലിയെ ഭാരത് ഉൻകാ ഘർ ഹേ.
हम सभी ഭാരത് को अपना घर मानता है അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഭാരതം എന്ന രാജ്യത്തെ നമ്മുടെ വീടായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ഒന്നുകൂടെ ടീച്ചർ ആദ്യം തൊട്ടൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോണേ. रानी बिटिया चली घूमने दिल्ली से आगे, बट चलते 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 पहुंच गई चंडीगढ़. चंडीगढ़ से जयपुर पहुंची, जयपुर से रामेश्वर, रामेश्वरम से चलती चलती लौट चली आई घर. माम ने पूछा, रानी बिटिया कहाँ गई थी बाहर? बिटिया बोली, कहीं नहीं माम, मैं थी घर के अंदर. अंदर का विलोम शब्द है बाहर. घर के अंदर. रानी बिटिया, ऐसा झूठ सरासर. झूठ नहीं माम, सच कहती हूँ, भारत है मेरा घर. झूठ का विलोम शब्द है सच. കണ്ടോ, झूठ എന്നതിൻ്റെ ഓപ്പോസിറ്റ് സച്ച്, അന്തറിൻ്റെ ഓപ്പോസിറ്റ് ബാഹർ. കണ്ടോ, അന്തർ ബാഹർ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നന്നായിട്ട് ഈ കവിത ഒരു 3-4 തവണ വായിക്കുക. നമുക്കിതിൻ്റെ മീനിങ്സ് കൂടെ ഒന്ന് നോക്കാം. ബാക്കി നോട്ട്സ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ തരും. നോക്കിക്കേ. അഭ്യാസ്. ശബ്ദാർത്ഥ്. ബിഡിയ ഡോട്ടർ മകൾ. ലൗട്ട്ന കം ബാക്ക് തിരികെ വരിക. പൂച്ച്ന ആസ്ക് ചോദിക്കുക. അന്തർ ഇൻസൈഡ് അകത്ത്. സരാസർ അറ്റോർലി. മാം മദർ. പഹൂഞ്ച്ന റീച്ച് എത്തുക. ഘർ ഹോം. ബാഹർ ഔട്ട്സൈഡ്. झूठ ലൈ. സച്ച് ട്രൂത്ത്. കഹി നഹി നോവെയർ അല്ലേ, ഞാൻ എങ്ങും പോയില്ല. അപ്പം ഛൂട്ടിൻ്റെ ഓപ്പോസിറ്റ് സച്ച്, പിന്നെ അന്തറിൻ്റെ ഓപ്പോസിറ്റ് ബാഹർ. അപ്പോൾ അത്രയും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 1, 2, 3 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് ആരും എനിക്ക് അയച്ചു തന്നിട്ടില്ല. 1, 2, 3 ഇതുവരെ ഇന്ന് 4ാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ചു. ഇന്ന് തന്ന നോട്ട്സ് ഉൾപ്പെടെ ഇന്ന് തന്നെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും എനിക്ക് നോട്ട് അയച്ചു തരിക, കേട്ടല്ലോ. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നോട്ട്സ് എനിക്ക് അയച്ചു തരണം. ഇതുവരെയുള്ളതെല്ലാം പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.